കോഴിക്കോട് വടകര ചോറാടിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുവട്ടാങ്കണ്ടി അൻസർ മഹലിൽ നിസ മെഹക് അൻസറിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, 8ാം ക്ലാസ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്താണ് സംഭവം? എപ്പോഴായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ശ്യാമിലി, ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. രാത്രിയാണ് വീട്ടിൽ ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അസ്വാഭാവിക മരണത്തിന് നിലവിൽ ഇപ്പോൾ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തത പോലീസിന് ഇതുവരെയും വന്നിട്ടില്ല. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാൽ മാത്രമേ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നതിനെ പറ്റി ഒരു വ്യക്തത വരികയുള്ളൂ. തുടർ നിയമ നടപടികൾ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന കാരണത്തെ പറ്റി ഒരു വ്യക്തത പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. പോലീസിനോടാണ് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിലെ കിടപ്പുമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വടകര സെന്റ് ആന്റണീസ് ഗേൾസ് സ്കൂളിലായിരുന്നു വിദ്യാർത്ഥിനി പഠിച്ചിട്ടുണ്ടായിരുന്നു. സൂചിപ്പിച്ചതുപോലെ മൃതദേഹം ഇപ്പോൾ വടകര ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ശരി, ബെൻസൺ ബാബു വിവരങ്ങൾ നൽകി.